ഗുഡ് ഈവനിങ് എവരി വൺ. കരിയർ രംഗത്ത് പല പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു ചെറിയ സംഘടനയാണ് ഐക്യു കരിയർ. ഐക്യു കരിയർ ഇതിന്റെ മുൻപത്തെ മാസങ്ങളിൽ പല വെബിനാറുകൾ പല വിഷയങ്ങളിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ മുൻപ് 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്ലസ് ടുവിൽ ഏത് തരത്തിലുള്ള സ്ട്രീമുകൾ എടുക്കണം, അത് ഏതെടുത്താലുള്ള അതിന്റെ സ്കോപ്പുകളും കുറിച്ചെല്ലാം നമ്മൾ വെബിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പ്ലസ് ടു സയൻസ് എടുത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, എന്തൊക്കെ എക്സാംസ് അവൈലബിൾ ആണ് എന്നതിനെ പറ്റി നമ്മൾ വെബിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞുള്ള വെബിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ നമ്മളെ മുന്നിലുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് SSLC കഴിഞ്ഞ് ഇനി പ്ലസ് ടു ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അങ്ങനത്തെ ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ കുറിച്ച് വെബിനാർ സംഘടിപ്പിക്കുകയാണ് ഐക്യു കരിയർ. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും ഐക്യു കരിയറിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വിത്തൗട്ട് ഫർദർ അഡ്യൂ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി ലുക്മാൻ സാർ ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. ഓക്കെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, +1 അഡ്മിഷന്റെ സിംഗിൾ വിൻഡോ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് മുതലാണ് +1 അഡ്മിഷന്റെ സിംഗിൾ വിൻഡോ സിസ്റ്റം അതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ന് അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുമ്പൊക്കെ രക്ഷിതാക്കളെ കാര്യത്തിൽ വളരെ ആശങ്ക പലപ്പോഴും പറയാറുണ്ട്. മുമ്പൊക്കെ നമ്മളൊക്കെ നമ്മുടെ സമയത്തൊക്കെ ഓരോ സ്കൂളിലും പോയിട്ട് അപേക്ഷാ ഫോം കൊടുക്കുന്ന സംവിധാനമായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി ഓൺലൈൻ അപേക്ഷയാണ്. ഓൺലൈൻ അപേക്ഷ ആവുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് തിരുത്താനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ല. വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ +1 അഡ്മിഷന്റെ സിംഗിൾ വിൻഡോ സിസ്റ്റം ആവശ്യമായ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ ഗ്രേഡിന് അനുസരിച്ചുള്ള അഡ്മിഷനൊക്കെ ലഭിക്കുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡാനിഷ്, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ സാർ. കാണുന്നില്ല? സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട് സാർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ സമയം കളയാതെ വളരെ പെട്ടെന്ന് ഈ ഒരു സ്ലൈഡിലേക്ക് പോകാം. സിംഗിൾ വിൻഡോ സിസ്റ്റം ഇന്ന് മുതലാണ് അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് അതിന്റെ സൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പൊ അതിന് ആരും തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അപേക്ഷ നൽകുന്നതായിരിക്കും നല്ലത്. കാരണം ആദ്യത്തെ ദിവസങ്ങളിൽ സൈറ്റ് ജാമും കാര്യങ്ങളൊക്കെ സ്ഥിരം ഉണ്ടാവുന്നതാണ്. അപ്പം വലിയ തിരക്ക് കൂട്ടാതെ നമുക്ക് എന്ത് ചെയ്യാം, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അപേക്ഷ നൽകാൻ ശ്രമിക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മൾ അറിയേണ്ടത് സയൻസ് +1 സ്കൂളുകളിലുള്ള കോമ്പിനേഷനാണ്. 3 സ്ട്രീമുകളാണുള്ളത്: സയൻസ്, അതേപോലെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. സയൻസ് നമുക്കറിയാം 9 കോമ്പിനേഷൻ. നമ്മൾ സയൻസ് എന്ന് പറയുമെങ്കിലും 9 കോമ്പിനേഷൻസ് ഉണ്ട്. അതേപോലെ ഹ്യൂമാനിറ്റീസ് 42 കോമ്പിനേഷൻ ആണ് ഉള്ളത്.
കൊമേഴ്സ് 4 കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ സയൻസ് കോമ്പിനേഷനിൽ വരുന്നത് ഓരോ കോമ്പിനേഷനും കോഡുകൾ കാണാൻ സാധിക്കും. കോഡ് നമ്പർ 1 ജനറൽ ആയിട്ടുള്ള സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ് ഉണ്ടാവുക. മറ്റുള്ളതിലൊക്കെ ബയോളജിക്ക് പകരം അല്ലെങ്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും എല്ലാ സ്കൂളിലും ഉണ്ടാവുക കോഡ് നമ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ 5ാമത്തെ കോഡ് ബയോളജിക്ക് പകരം കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാകും. ഇതാണ് സാധാരണ സ്കൂളുകളിൽ കാണുന്ന കോമ്പിനേഷൻസ്. പിന്നെ ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസ് ധാരാളം കോമ്പിനേഷൻ ഉണ്ട്. ഇതിൽ സാധാരണ ജനറൽ ആയിട്ട് കാണുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഉള്ള കോഡ് നമ്പർ 11 ആണ്. ചില സ്കൂളുകളിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ള ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷനും കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് നമ്മൾ അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് കൊമേഴ്സ് ആണ്. കൊമേഴ്സ് 4 കോമ്പിനേഷൻ ഉണ്ട്. ഈ 4ഉം എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. കോഡ് നമ്പർ 36 ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ് വരുന്നതാണ്. മാത്തമാറ്റിക്സ് ഉള്ള കൊമേഴ്സ് ആണ്. കോഡ് നമ്പർ 37 മാത്സിന് പകരം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വരിക. അതേപോലെ കോഡ് നമ്പർ 38 പൊളിറ്റിക്സ് വരും സ്റ്റാറ്റിസ്റ്റിക്സിന് പകരം. കോഡ് നമ്പർ 39 മാത്സിന് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന് പകരം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ 4 കോമ്പിനേഷൻ ആണുള്ളത്. അപ്പോ ഇതിന്റെ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലുള്ള കോമ്പിനേഷൻ ഏതാണെന്ന് നമ്മൾ അപേക്ഷ നൽകുന്നതിന് മുന്നേ ഒന്ന് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ +1 അഡ്മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വിവരങ്ങളൊക്കെ +1 അഡ്മിഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നോക്കി നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉറപ്പുവരുത്താൻ സാധിക്കും. ഓക്കെ, ഈ വർഷത്തെ ഓൺലൈൻ സിംഗിൾ വിൻഡോ അഡ്മിഷൻ ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ്. 25-ാം തീയതി മുതലാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുന്നത് 3-ാം തീയതിയാണ്. 3/6/2000 ജൂൺ 3-നാണ്. ട്രയൽ അലോട്ട്മെന്റ് എന്നൊരു സംഗതി ഉണ്ട്. അത് വരുന്നത് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് 8-ാം തീയതിയാണ്. ഈ ഡേറ്റുകളൊക്കെ ഒന്ന് കുറിച്ച് വെച്ചാൽ എഴുതി വെച്ചാൽ നന്നാവും. പ്രത്യേകിച്ചും ട്രയൽ അലോട്ട്മെന്റിന്റെ ഡേറ്റ് അത് എന്താണെന്നുള്ളത് പിന്നീട് പറയാം. ട്രയൽ അലോട്ട്മെന്റ് അപ്പൊ അത് ജൂൺ 8-നാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ്, അതായത് ആദ്യം നമുക്ക് അഡ്മിഷൻ സ്കൂളുകളിൽ ചെന്ന് അഡ്മിഷൻ ആരംഭിക്കുന്ന തീയതി 15/6-ആണ്. ജൂൺ 15 മുതലാണ്. ഈ പ്രധാന അലോട്ട്മെന്റ്, മെയിൻ അലോട്ട്മെന്റ് അവസാനിക്കുന്നത് ജൂലൈ 1. ക്ലാസ് ജൂലൈ 2-ന് ആരംഭിക്കും. അതേപോലെ സ്പോർട്സ് കോട്ട ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 10/6 ജൂൺ 10-നാണ്. അലോട്ട്മെന്റ് അപ്ലിക്കേഷൻ അവസാനിക്കുന്നത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 18/6-നാണ്. സ്പോർട്സ് കോട്ടയിലുള്ള ആദ്യത്തെ അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെന്റ് 28/6-ന്. 29-ാം തീയതിയാണ് സ്പോർട്സ് അലോട്ട്മെന്റിന്റെ മെയിൻ ഫേസ് അവസാനിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ് പ്രത്യേകിച്ചും സ്പോർട്സ് കോട്ടയിലൊക്കെ ജില്ലാ ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ഈ ഡേറ്റ് ഒന്ന് കുറിച്ച് വെച്ചാൽ നന്നാവും. ഓക്കെ, പിന്നെ അഡ്മിഷൻ പോർട്ടൽ, സിംഗിൾ വിൻഡോ അഡ്മിഷൻ പോർട്ടൽ hsk.kerala.gov.in എന്നതാണ്. അപ്പൊ ഇത് ശരിക്കും നമുക്ക് തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കാര്യമാണ്. ആപ്ലിക്കേഷൻ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന സംഗതിയേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കിയിട്ട് കമ്പ്യൂട്ടറിൽ ആപ്ലിക്കേഷൻ നൽകാൻ ശ്രമിക്കുക. മൊബൈൽ ഫോൺ ആകുമ്പോൾ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വ്യക്തമായി കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അല്ല എങ്കിൽ തൊട്ടടുത്ത സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിൽ നിന്നൊക്കെയാണ് കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകുന്നത്. അപ്പൊ ഇതാണ് അഡ്മിഷൻ പോർട്ടൽ hsk.kerala.gov.in.
ഇന്ന് മുതൽ അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അറിയിപ്പും കാര്യങ്ങളൊക്കെ ഈ വെബ്സൈറ്റിൽ ഇന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തുറക്കേണ്ട ലിങ്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ആ ഒരു വെബ്സൈറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് ആണ് ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത്. അതേപോലെ നമുക്ക് ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷ കൊടുക്കാം. ഓരോ ജില്ലയിലും സെപ്പറേറ്റ് അപേക്ഷയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കോഴിക്കോട് ജില്ലയിൽ അപേക്ഷ കൊടുക്കാം, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ അപേക്ഷ കൊടുക്കാം. ഈ മറ്റു ജില്ലകളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സെപ്പറേറ്റ് വ്യത്യസ്ത അപേക്ഷ നൽകണം. പ്രത്യേകിച്ചും ബോർഡറിലൊക്കെയുള്ള ജില്ലാ അതിർത്തികളിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. 2 ജില്ലയിലെങ്കിൽ 2-3 ജില്ലകളിലൊക്കെ അവർക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. ഓരോ ജില്ലക്കും വ്യത്യസ്തമായിട്ടുള്ള അപേക്ഷയാണ് വേണ്ടത്. അപ്പം പിന്നീട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ പിന്നീട് നമുക്ക് ജില്ല സെലക്ട് ചെയ്യാൻ പറയും. നമ്മൾ അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്ന ജില്ല ഏതാണോ ആ ജില്ല സെലക്ട് ചെയ്തിട്ട് ഗ്രീൻ ബട്ടൺ അഥവാ സബ്മിറ്റ് ബട്ടൺ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ജില്ല നൽകി കഴിഞ്ഞാൽ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ഡീറ്റെയിൽസ് ആണ് വരിക. ഇതിൽ SSLC സ്കീം വരും. ആദ്യം സ്കീം സെലക്ട് ചെയ്യണം. രജിസ്ട്രേഷൻ നമ്പർ മീൻസ് SSLC രജിസ്ട്രേഷൻ നമ്പർ ആണ് അത് നൽകണം. കാൻഡിഡേറ്റ് നെയിം, കുട്ടിയുടെ നെയിം. കാൻഡിഡേറ്റ് നെയിം ഒരിക്കൽ കൺഫേം ചെയ്യണം, 2 പ്രാവശ്യം അതിൽ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ പേര് നൽകാനുണ്ട്. മന്ത് ഓഫ് പാസ്സായ മാസം മാർച്ചാണ്. ഇയർ ഓഫ് പാസ് ഈ വർഷമാണെങ്കിൽ 2026. കഴിഞ്ഞ വർഷം പാസ്സായ കുട്ടികളാണെങ്കിൽ 2025. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നീട് മൊബൈൽ ഫോൺ കൊടുക്കണം. മൊബൈൽ ഫോൺ വളരെ സൂക്ഷിച്ച് വേണം നൽകാൻ, തെറ്റാൻ പാടില്ല. പ്രത്യേകിച്ചും അക്ഷയ സെന്ററിലൊക്കെ പോയി കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും മൊബൈൽ നമ്പർ തെറ്റി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് OTP മറ്റു കാര്യങ്ങളൊക്കെ പ്രയാസമാണ്. ചിലപ്പോൾ നമ്മൾ നൽകുന്ന മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ അവിടെ എഴുതി കൊടുക്കുന്ന അപേക്ഷാ ഫോമിൽ അക്ഷയ സെന്ററിലൊക്കെ നമ്മൾ ഫോമിൽ എഴുതി നൽകുകയാണ് ചെയ്യുക. അത് തെറ്റുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അക്ഷയ സെന്ററിലൊക്കെ ഉള്ള ആളുകൾ അവരുടെ മൊബൈൽ നമ്പർ തന്നെ തൽക്കാലം ഈ രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം, കാരണം ഈ മൊബൈൽ നമ്പർ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ വരുന്ന ലിസ്റ്റിലൊക്കെ ഉണ്ടാകുന്ന മൊബൈൽ നമ്പറാണ്. അപ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ മാറി നൽകി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ വിളിക്കുന്ന സമയത്ത് പ്രയാസം ഉണ്ടാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് മൊബൈൽ നമ്പർ നൽകുക. അത് നമ്മുടെ ഈ ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനൊക്കെ ആവശ്യമായി വരും. പിന്നെ ഈ കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നൽകേണ്ടത്. അതിനുശേഷം ഗ്രീൻ ബട്ടൺ ആയിട്ടുള്ള സബ്മിറ്റ് ബട്ടൺ നൽകുക. ഈ ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള സ്കീം അല്ലെ, SSLC സ്കീം ഏതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ വർഷത്തെ സ്കീം, ഈ വർഷം പാസ്സായ കുട്ടിയാണെങ്കിൽ കോഡ് നമ്പർ 1 ആണ്. കഴിഞ്ഞ വർഷമൊക്കെ പാസ്സായ കുട്ടിയാണ് കോഡ് നമ്പർ 2 ആണ്. ഇനി CBSE ആണെങ്കിൽ കോഡ് നമ്പർ 4 ആണ്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ കോഡ് നമ്പർ 3 ആണ്. ICIC 5 ആണ്. ഇങ്ങനെ മറ്റു സ്റ്റേറ്റിൽ പഠിച്ച കുട്ടിയാണെങ്കിൽ അവരുടെ സ്കീം സെലക്ട് ചെയ്യേണ്ടത് 7 ആയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് സ്കീമാണ് എന്നുള്ളത് മിക്കവാറും എല്ലാവരും SSLC ഈ വർഷം പാസ്സായ കുട്ടികളായിരിക്കും കൂടുതൽ അങ്ങനെ വരിക. അവരുടെ കോഡ് സ്കീമിന്റെ കോഡ് 1 ആണ്. CBSE ആണെങ്കിൽ 4 ആണ്. അപ്പൊ ഈ കോഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി 3 ആണ് കോഡ്. അപ്പൊ ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരിക ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ OTP വരാനുള്ള ഒരു പേജാണ്. താഴെ ഗ്രീൻ ബട്ടൺ സെൻഡ് OTP എന്ന് കാണാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ വളരെ കൃത്യമായിട്ട് തെറ്റാതെ കൊടുക്കണം എന്ന് പറയുന്നത്. OTP നിങ്ങൾ മൊബൈൽ ഫോണിൽ വന്നു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഈ പേജിൽ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക്, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള OTP നൽകാനുള്ള ഒരു കോളം ഇവിടെ കാണാം. അവിടെ OTP നൽകിയതിനു ശേഷം സബ്മിറ്റ് OTP നൽകുക.
സബ്മിറ്റ് OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പാസ്വേഡ് ആണ് കൊടുക്കേണ്ടത്. കാരണം ഈ പാസ്വേഡ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ കഴിയുന്നത് വരെ നമ്മൾ ഓർത്തു വെക്കാനുള്ളതാണ്. അലോട്ട്മെന്റ് വരുന്ന സമയത്തൊക്കെ ലോഗിൻ ചെയ്തിട്ട് ഏത് സ്കൂളിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസർ നെയിം പാസ്വേഡ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പേജിൽ നൽകുന്ന പാസ്വേഡ് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കുക. പാസ്വേഡ് കൊടുക്കുക. 2 പ്രാവശ്യം പാസ്വേഡ് കൊടുക്കാനുണ്ട്. പാസ്വേഡ് കൊടുക്കുമ്പോൾ അതിന്റെ രീതികളൊക്കെ ഉണ്ടല്ലോ. 8 ക്യാരക്ടർ വേണം, ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് വേണം, ഒരു സിമ്പിൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ ഒരു രീതിയിലുള്ള പാസ്വേഡ് നൽകിയിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. നിങ്ങൾ നൽകുന്ന പാസ്വേഡ് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ്. അത് പിന്നീട് മറന്നു പോയാൽ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. നമ്മുടെ ലോഗിൻ ക്രെഡൻഷ്യൽ, ലോഗിൻ ഡീറ്റെയിൽസ് ഒക്കെ വളരെ വിജയകരമായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വരും. ഇനി നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിലേക്കാണ് വരിക. മൊബൈൽ ഫോണിലേക്ക് SMS ആയിട്ട് അപ്ലിക്കേഷൻ നമ്പർ വരും. ഈ അപ്ലിക്കേഷൻ നമ്പറാണ് യൂസർ നെയിം. പാസ്വേഡ് നമ്മൾ നേരത്തെ കൊടുത്തതുമാണ്. ഇങ്ങനെ ഒരു പേജ് വന്നിട്ട് ഇതിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ കാണുന്ന അത് വരുമ്പോൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. യൂസർ നെയിം നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറാണ്. അത് നമ്മുടെ മൊബൈലിലേക്ക് SMS ആയിട്ടാണ് വരിക. പാസ്വേഡ് നമ്മൾ നേരത്തെ നൽകിയതാണ്. ആ പാസ്വേഡ് നൽകുക. അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക. ഏത് ജില്ലയിലേക്കാണ് നിങ്ങൾ അപ്ലിക്കേഷൻ നൽകുന്നത്, ആ ഒരു ജില്ല ഏതാണെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ നൽകുക. ആ സബ്മിറ്റ് ബട്ടൺ നൽകുമ്പോൾ താഴെ കാണുന്ന ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാം അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് നീല കളറിൽ കാണാം. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അപ്ലിക്കേഷൻ ഫോം ലഭ്യമാകുന്നത്. ഇതാണ് അപ്ലിക്കേഷൻ ഫോമിന്റെ ഒന്നാമത്തെ പേജ്. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ഈ അപ്ലിക്കേഷൻ ഫോമിലെ ഫസ്റ്റ് കോളത്തിൽ അപ്ലിക്കേഷൻ നമ്പർ കാണാം. പിന്നീട് നിങ്ങൾ പഠിച്ച സ്കൂൾ, ഏത് സ്കൂളിലാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, SSLC പഠിച്ചിട്ടുള്ളത്, ആ സ്കൂൾ സെലക്ട് ചെയ്യാനാണ്. അപ്പൊ അതില് സ്കൂൾ കോഡാണ് ചോദിക്കുക. സ്കൂൾ കോഡ് ഹൈസ്കൂളിന്റെ കോഡും ഹയർ സെക്കൻഡറിന്റെ കോഡും വ്യത്യാസമായിരിക്കും. നിങ്ങൾ SSLC പഠിച്ച സ്കൂൾ ഹയർ സെക്കൻഡറി ഉണ്ട് എങ്കിൽ ഹൈസ്കൂളിന്റെ കോഡും ഹയർ സെക്കൻഡറിന്റെ സ്കൂൾ കോഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. സ്കൂൾ കോഡ് ചോര നമ്പറാണ്. അപ്പം ഈ സൈഡിൽ നിങ്ങൾ കാണാം പഠിച്ച സ്കൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടെങ്കിൽ ആ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോഡാണ് കാണുക. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇല്ല എങ്കിൽ, +1 +2 ഇല്ല എങ്കിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒതേസ് എന്ന് കാണും. അത് സെലക്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾ പഠിച്ച സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു കുട്ടി മലപ്പുറം ജില്ലയിലാണ് പഠിച്ചതെന്ന് കരുതുക, അപ്ലൈ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ, അങ്ങനെയാണെങ്കിലും പഠിച്ച സ്കൂൾ ഏതാണെങ്കിൽ ഒതേസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോഡാണ് അവിടെ കാണാം. ഓക്കെ, പിന്നീട് താഴെ നിങ്ങൾക്ക് കാണാം ക്വാളിഫൈഡ് എക്സാം ഡീറ്റെയിൽസ്. ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നൽകിയതാണ്. ഈ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരും. പാസ്ഡ് ഇൻ ബോർഡ് എക്സാം ചോദിക്കും, പാസ്സായിനോ ചോദിക്കും, യെസ് എന്ന് കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരുന്നതാണ്. അതിനുശേഷം അടുത്ത കോളത്തിൽ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. കാൻഡിഡേറ്റ് നെയിം, പേരൊക്കെ ഒരുപക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് നെയിം അഥവാ കുട്ടിയുടെ പേര് കൊടുക്കുക. ജെൻഡർ ഏതാന്ന് കൊടുക്കുക. കാസ്റ്റ്, കമ്മ്യൂണിറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് തെറ്റാതെ നൽകുക. കാസ്റ്റും കമ്മ്യൂണിറ്റിയും ഒക്കെ തെറ്റി നൽകിയാൽ നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആകും. ഓക്കെ, ഇപ്പം OBC ഒക്കെ മാറിയിട്ട് വേറെ ഏതെങ്കിലും കാസ്റ്റ് ഒക്കെ നൽകി കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾ നൽകിയ കാറ്റഗറി വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭ്യമാവുകയും എന്നാൽ അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾ അഡ്മിഷൻ നിഷേധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ ഒക്കെ എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് തെറ്റാതെ നൽകണം.
ഡേറ്റ് ഓഫ് ബർത്ത് ആൾറെഡി അവിടെ വരും. പിന്നെ ഫാദേഴ്സ് നെയിം കൊടുക്കുക, മദേഴ്സ് നെയിം കൊടുക്കുക, ഗാർഡിയൻ നെയിം, ആധാർ നമ്പർ, ഈ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കുക. ഇതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് കാസ്റ്റ്, കമ്മ്യൂണിറ്റി, റിലീജിയൻ ഒക്കെ വളരെ കൃത്യമായിട്ട് നൽകാം. ഇതില് കാറ്റഗറി അഥവാ ജനറൽ 01 ആണ്. ഓരോ കാറ്റഗറിക്കും കോഡ് ഉണ്ട്. കോഡ് വേണമെന്നില്ല. നിങ്ങളുടെ സൈറ്റിൽ തന്നെ, HSCAP സൈറ്റിൽ തന്നെ കാറ്റഗറി അതിന്റെ കൂടെ കോഡും തന്നെ കാണിക്കും. ഓരോ ഇപ്പോൾ മുസ്ലിം 03 ആണ്, ജനറൽ 01, ETB, ഇയവ, തീയ, പില്ലവ, ഈ 3 കമ്മ്യൂണിറ്റിയും ഒറ്റ കാറ്റഗറി ആണ് ഇതിൽ വരുന്നത്. 02 ആണ്. OBC ക്രിസ്ത്യൻ 05, ഇങ്ങനെ ഓരോന്നുണ്ട്. OBC ഹിന്ദു 06, SC 07, ST 08, ഇങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഓരോ കോഡ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നൽകുക. അപ്പൊ ഇതില് പലപ്പോഴും ഈ സമയത്ത് രക്ഷിതാക്കള് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം ചോദിക്കാറുണ്ട്. അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം ചോദിക്കാറുണ്ട്. എല്ലാവർക്കും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. കാസ്റ്റ് റിസർവേഷൻ ഉള്ളത് SC ST ഇവർക്കാണ്. ഇത്തരം ആളുകൾ എന്ത് ചെയ്യുക, കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും തയ്യാറാക്കി വെക്കുക. അതിന് അപേക്ഷ ഇപ്പോൾ തന്നെ നൽകുക. മറ്റുള്ളവർക്ക് അത് ആവശ്യമില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇളവ് ഉണ്ടാവും. ഇൻകം സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടില്ല എങ്കിൽ ഫീസ് ഇളവ് ലഭ്യമായിരിക്കില്ല. അപ്പം SC ST വിഭാഗങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷന്റെ സമയത്ത് സ്കൂളിൽ കാണിച്ചാൽ മതി. അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ്. അത് തമിഴ്, കന്നഡ സംസാരിക്കുന്ന ആളുകൾക്കുള്ളതാണ്. അതെല്ലാം വളരെ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ അതുള്ളൂ. അതേപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. അവർ ഏത് ടൈപ്പാണ്, അവരുടെ ഡിസാബിലിറ്റി ഏത് ടൈപ്പാണെന്ന് കൊടുക്കണം, എത്ര പെർസെൻറ്റേജ് എന്ന് കൊടുക്കണം. അവസാനം അവരുടെ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ളത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ആണ്. മറ്റുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നിങ്ങൾ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ്. റെസിഡൻസ് സ്റ്റേറ്റ് കൊടുക്കണം, റെസിഡൻറ്റ് ഡിസ്ട്രിക്റ്റ് കൊടുക്കണം, റെസിഡൻറ്റ് താലൂക്ക് കൊടുക്കണം, ലോക്കൽ ബോഡി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതാണെന്ന് കൊടുക്കണം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കണം. ഇതിനൊക്കെ പോയിന്റ് ഉള്ളതാണ്. ആ പോയിന്റ് എത്രയാണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം. അപ്പോൾ ഇതൊക്കെ വളരെ തെറ്റാതെ നൽകേണ്ടതുണ്ട്. പിന്നെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്, പെർമനന്റ് അഡ്രസ്സ്, പിൻകോഡ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്. പെർമനന്റ് അഡ്രസ്സ് കൊടുക്കുക. അത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ അവിടെ സെയിം ആസ് പെർമനന്റ് എന്ന് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. പിന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്, അത് വളരെ കൃത്യമായിട്ട് നൽകുക. വീട്ടിൽ ഇപ്പോൾ നേരത്തെ കൊടുത്ത നമ്പർ തന്നെ ആയിരിക്കാം, അത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. ഇപ്പൊ അഡ്മിഷന്റെ സമയത്ത് സ്കൂളിൽ നിന്ന് വിളി വരും. അപ്പം നിങ്ങളെ വീട്ടിൽ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എപ്പോഴും അവൈലബിൾ ആയിട്ട് നമ്പർ എന്ത് ചെയ്യുക, മൊബൈൽ ഫോൺ ആയിട്ട് നൽകുക. പലപ്പോഴും മൊബൈൽ നമ്പറൊക്കെ വിളിച്ചാൽ കിട്ടാത്ത നമ്പറൊക്കെ നൽകാറുണ്ട്. അപ്പൊ അതൊക്കെ സ്കൂളിൽ അഡ്മിഷന്റെ സമയത്ത് പ്രയാസം ഉണ്ടാവാറുണ്ട്. പല കുട്ടികളും അഡ്മിഷൻ കിട്ടിയെന്ന് അറിയാം സ്കൂളിൽ നിന്ന് വിളിക്കുമ്പോഴാണ്. പക്ഷേ ഈ മൊബൈൽ ഫോൺ തെറ്റായി മൊബൈൽ ഫോൺ കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും വിളിച്ചാൽ കിട്ടാത്ത മൊബൈൽ നമ്പർ കൊടുക്കുന്നത് ഫലമായിട്ട് അഡ്മിഷൻ ക്യാൻസലായി പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ബോണസ് പോയിന്റ് കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മരണപ്പെട്ട ജവാന്മാരുടെ മക്കളാണെങ്കിൽ 5 പോയിന്റ് ഉണ്ട്. സർവീസിലുള്ള ജവാന്മാരുടെ മക്കളാണെങ്കിൽ 3 പോയിന്റ് ആണ്. ഹൈസ്കൂളിൽ നിങ്ങൾ NCC കാഡറ്റ് ആണെങ്കിൽ 75% കുറയാത്ത ഹാജറുണ്ട് എങ്കിൽ നിങ്ങൾ, അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് രാഷ്ട്രപതി പുരസ്കാരം അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം നേടിയവരാണെങ്കിൽ, അല്ലെങ്കിൽ SPC സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ആണ് എങ്കിൽ 2 പോയിന്റ്. അപ്പൊ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC എന്നീ കുട്ടികൾക്ക് 2 പോയിന്റ് ആണുള്ളത്. പിന്നെ ലിറ്റിൽ കൈറ്റിൽ മെമ്പർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു പോയിന്റ് ഉണ്ട്. പിന്നെ അടുത്ത ശ്രദ്ധിക്കുക, അതേ സ്കൂളിലെ വിദ്യാർത്ഥി, നമ്മൾ
ഹൈസ്കൂൾ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് നമ്മൾ പ്ലസ് ടുവിനും ഹയർ സെക്കൻഡറിക്കും അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് 2 പോയിന്റ് അധികം കിട്ടും. നിങ്ങൾ പഠിച്ച സ്കൂളിൽ അല്ല പ്ലസ് ടുവിന് അപേക്ഷ നൽകുന്നതെങ്കിൽ ഈ പോയിന്റ് കിട്ടില്ല. ഓക്കെ, അപ്പം SSLC പഠിച്ച സ്കൂളിൽ തന്നെ ഹയർ സെക്കൻഡറിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 പോയിന്റ് എക്സ്ട്രാ ഉണ്ട്. അതുപോലെ നമ്മുടെ റെസിഡന്റ് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലുള്ള അതേ സ്കൂളിൽ തന്നെയാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അതിന് 2 പോയിന്റ്. നമ്മുടെ സ്വന്തം പഞ്ചായത്ത്, സ്വന്തം മുനിസിപ്പാലിറ്റിയിലുള്ള അല്ലെങ്കിൽ കോർപ്പറേഷനിലുള്ള സ്കൂളിൽ തന്നെയാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ അതിന് 2 പോയിന്റ് എക്സ്ട്രാ. സ്വന്തം താലൂക്കിലുള്ള സ്കൂളിലാണ് നമ്മൾ അപേക്ഷ നൽകുന്നതെങ്കിൽ 1 പോയിന്റ് എക്സ്ട്രാ. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പലപ്പോഴും രക്ഷിതാക്കളൊക്കെ പരാതി പറയാറുണ്ട്, ഒരേ ഗ്രേഡുള്ള 2 കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് ഒരു സ്കൂൾ അഡ്മിഷൻ കിട്ടും, മറ്റൊരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് പഞ്ചായത്ത് മാറുമ്പോഴും ഒക്കെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പൊ പഠിച്ച സ്കൂളിൽ അല്ല മറ്റൊരു സ്കൂളിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ 2 പോയിന്റ് നമുക്ക് കിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഗ്രേഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഗ്രേഡ് പോയിന്റിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതേപോലെ SSLC പരീക്ഷയിൽ SSLC പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ 3 പോയിന്റ് എക്സ്ട്രാ, അഥവാ CBSE, ICSE മറ്റു സ്റ്റേറ്റിലൊക്കെ പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ആ പോയിന്റ് കിട്ടും. അപ്പൊ SSLC പഠിച്ച എല്ലാ കുട്ടികൾക്കും 3 പോയിന്റ് എക്സ്ട്രാ ഉണ്ടാവും. ഇനി സ്പോർട്സിലെയും യൂത്ത് ഫെസ്റ്റിവലിലെയും പാർട്ടിസിപ്പേഷൻ ആണ്. അപ്പൊ അതിൽ സ്റ്റേറ്റ് ലെവൽ പങ്കെടുത്തവര് എത്ര എണ്ണം പങ്കെടുത്തു എന്ന് കൊടുക്കണം. ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയവർ, ഡിസ്ട്രിക്ട് സെക്കൻഡ്, ഡിസ്ട്രിക്ട് തേർഡ്, ഡിസ്ട്രിക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന്റെ എണ്ണം. അതിലൊക്കെ എത്ര എണ്ണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. സ്റ്റേറ്റിൽ എത്ര എണ്ണം പങ്കെടുത്തു, ജില്ലയിൽ എത്ര എണ്ണം പങ്കെടുത്തു എന്നുണ്ട്. സ്റ്റേറ്റ് രണ്ടാമത് വരുന്നത് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടിയ ഐറ്റത്തിന്റെ എണ്ണം, ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് കിട്ടിയതിന്റെ എണ്ണം, ഡിസ്ട്രിക്റ്റിൽ തേർഡ് കിട്ടിയതിന്റെ എണ്ണം. അതേപോലെ ഡിസ്ട്രിക്റ്റിൽ പങ്കെടുത്ത ഐറ്റത്തിന്റെ എണ്ണം. ഇതാണ് കൊടുക്കേണ്ടത്. പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സും പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽ, ഇതിനൊക്കെ ചില പോയിന്റുകളുണ്ട്. പിന്നീട് നൽകാനുള്ളത് NMMS ക്വാളിഫൈഡ് ആണോ, USS, LSS ക്വാളിഫൈഡ് ആയ കുട്ടികളൊക്കെയാണ് ഇതൊക്കെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സയൻസ് ഫെയറിൽ പങ്കെടുത്ത ഗ്രേഡ് കിട്ടിയതിന്റെ ഡീറ്റെയിൽസ് നൽകാം. സോഷ്യൽ സയൻസ് ഫെയർ, IT ഫെയറിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് ഇതൊക്കെ പങ്കെടുത്ത കുട്ടികൾക്ക് അതിന്റെ ഡീറ്റെയിൽസ്, അതൊക്കെ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുക്കണം. ഓക്കെ, അതേപോലെ വിവിധ ക്ലബ്ബുകളിൽ അംഗങ്ങളായുള്ള കുട്ടികൾ ഉണ്ടാവും. വ്യത്യസ്ത ക്ലബ്ബുകളാണ് സയൻസ് ക്ലബ്, IT ക്ലബ്, മാത്സ് ക്ലബ്, സോഷ്യൽ സയൻസ് ക്ലബ്. ഏതാണോ നിങ്ങൾ ഹൈസ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അത് എന്ത് ചെയ്യാം, ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് ബട്ടൺ ഉണ്ടാവും താഴെ, അത് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഗ്രേഡ്, SSLCയുടെ ഗ്രേഡ് അല്ലെങ്കിൽ CBSE, ICSE ഏതാണെന്ന് വെച്ചാൽ അതിന്റെ ഗ്രേഡ് ഡിസ്പ്ലേ ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. വന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഗ്രേഡ് ഓരോ സബ്ജക്റ്റിന്റെയും കൊടുക്കണം. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ശരിയാണോ എന്നും ചെക്ക് ചെയ്യുക. ശരിയല്ലെങ്കിൽ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഓരോ സബ്ജക്റ്റിന്റെയും ഗ്രേഡ് അത് സബ്മിറ്റ് ചെയ്താൽ പിന്നീട് വരുന്നത് നമ്മൾ ഏത് സ്കൂളിലേക്കാണ് അപേക്ഷ നൽകാൻ പോകുന്നത് ആ സ്കൂളിന്റെ ഡീറ്റെയിൽസും കോഴ്സും ആണ്. അപ്പൊ നമുക്ക് ഒന്നിലധികം സ്കൂളുകൾ എന്ത് ചെയ്യാം, ഇവിടെ നൽകാം. ആദ്യം നൽകേണ്ടത് സ്കൂളിന്റെ കോഡാണ്. അപ്പൊ നമ്മൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന സ്കൂളിന്റെ കോഡ് നേരത്തെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കണം. അവിടെയുള്ള സബ്ജക്റ്റ് ഏതാണ്, ആ സബ്ജക്റ്റിന്റെ കോഡ് എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ സ്കൂൾ കോഡ് കൊടുക്കുക. സ്കൂൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്കൂളിലുള്ള എല്ലാ കോമ്പിനേഷൻ കോഡുകളും അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാം.
പിന്നെ അടുത്ത ഓപ്ഷൻ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ തന്നെ ഒന്നിലധികം സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കും. അപ്പൊ ഇതില് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് സയൻസ് ആണ് താല്പര്യമെങ്കിൽ ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ എന്ത് ചെയ്യുക, സയൻസ് ആദ്യം നൽകാം. കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലൊക്കെ കൊമേഴ്സ് നൽകാം. ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ആദ്യം ഹ്യൂമാനിറ്റീസ് എല്ലാ സ്കൂളുകളിലും നൽകാം. ഓക്കെ, അപ്പം ഇവിടെ സ്കൂളിന്റെ ഓപ്ഷൻ നൽകാനുള്ള പേജാണ്. അപ്പൊ നമുക്ക് ഒന്നിലധികം സ്കൂളുകളിലേക്ക് അപേക്ഷ നൽകാം. ചില കുട്ടികൾ ആദ്യം സയൻസ് കൊടുക്കും, രണ്ടാമത്തത് കൊമേഴ്സ് കൊടുക്കും, മൂന്നാമത്തെ ഹ്യൂമാനിറ്റീസ് കൊടുക്കും. ഇങ്ങനെയുള്ള ഈ രീതിയിനേക്കാൾ നല്ലത് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, നിങ്ങൾക്ക് സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, ഏതാണെന്ന് തീരുമാനിച്ചതിന് ശേഷം ആദ്യം സ്കൂളുകൾ സെലക്ട് ചെയ്ത് അവിടെയുള്ള ആ കോഴ്സ് മാത്രം, ആ സയൻസ് ആണെങ്കിൽ സയൻസ് ആദ്യം കൊടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ അത് കൊടുക്കുക. ഈ രീതിയിൽ അപേക്ഷ നൽകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നീട് നൽകേണ്ടത് നമ്മൾ നേരത്തെ ടിക്ക് ചെയ്ത കുറെ സംഗതികൾ ഉണ്ടല്ലേ, ക്ലബ്ബ്, അതേപോലെ USS LSS, ഇങ്ങനെയുള്ള കുറെ ഡീറ്റെയിൽസ് ഉണ്ട്. സർട്ടിഫിക്കറ്റ്, നമ്മുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ്, ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്, ഈ പേജിൽ കൊടുക്കേണ്ടത്. അതിൽ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ആരാണ് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നത്. ക്ലബ്ബൊക്കെ ആണെങ്കിൽ ഹൈസ്കൂൾ HM ആയിരിക്കും. അതേപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ടെങ്കിൽ അത് ആരാണോ നിങ്ങൾക്ക് ആ സ്കൗട്ട് ആൻഡ് ഗൈഡിന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത് അതിന്റെ പേരാണ് ആദ്യം നൽകേണ്ടത്, അതോറിറ്റി. പിന്നെ ഡേറ്റ്, ആ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഉണ്ടാവും. പിന്നീട് സർട്ടിഫിക്കറ്റിന്റെ ആ സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞു നേരത്തെ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ സ്റ്റുഡൻസിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ മറ്റു സ്റ്റേറ്റിലൊക്കെ പഠിച്ചവരാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ കേരളത്തിൽ SLC പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല, ഇതിന്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ഇത്ര നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ പൂർത്തിയായ ശേഷം നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കണം. ഫൈനൽ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് അത് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. മാറ്റാനുള്ള ഓപ്ഷൻ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് മാത്രമാണുള്ളത്. ഓക്കെ, ട്രയൽ അലോട്ട്മെന്റ് നേരത്തെ പറഞ്ഞ 8-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്താൽ, ഫൈനൽ സബ്മിഷൻ നൽകി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുക ട്രയൽ അലോട്ട്മെന്റ് സമയത്താണ്. ട്രയൽ അലോട്ട്മെന്റ് 8-ാം തീയതിയാണ്, ജൂൺ 8-ന്. അന്ന് നിങ്ങൾക്ക് നിങ്ങളെ യൂസർ നെയിം പാസ്വേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറാം, ആവശ്യമായ മാറ്റത്തിരുത്തലുകൾ വരാം. ഈ ട്രയൽ അലോട്ട്മെന്റ് സമയത്ത് ഒരു ട്രയൽ ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ കിട്ടിയത് എന്നുള്ളത്. പക്ഷെ അത് ഫൈനൽ അല്ല. അത് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റത്തിരുത്തലുകൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ വരുത്താൻ സാധിക്കും. അപ്പൊ അതിനാണ് ട്രയൽ അലോട്ട്മെന്റ് ഉപയോഗിക്കുക. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് പല കുട്ടികളും മിസ്സായി പോകുന്ന ഒരു കേസാണ്. അപ്പോൾ അത് ട്രയൽ അലോട്ട്മെന്റ് ദിവസം എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങളെ അക്കൗണ്ടിൽ കയറിയിട്ട് ഏത് സ്കൂളിലാണ് കിട്ടിയത് നോക്കണം. അത് ട്രയൽ മാത്രമാണ്, ഫൈനൽ അല്ല. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അന്ന് മാറ്റം വരുത്തുക. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാതെ പോവാറുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം അത് ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉള്ളത് മാറ്റി തിരുത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, ട്രയൽ അലോട്ട്മെന്റ് ഡേറ്റ് 8-ാം തീയതിയാണ്, അത് വേഗം ഓർത്തു വെക്കണം. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോമിൽ തെറ്റ് തിരുത്താനുള്ള അവസരം 8-ാം തീയതി മാത്രമാണ്. ഓക്കെ, പിന്നെ 2 തരം അഡ്മിഷൻ ഉണ്ട്, പെർമനന്റ് അഡ്മിഷനും ടെമ്പററി അഡ്മിഷനും. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞു, ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ പെർമനന്റ് ആയിട്ട് ചേരാം, ടെമ്പററി ആയിട്ടും ചേരാം. പെർമനന്റ് ആയി ചേരുമ്പോൾ നിങ്ങൾ അവിടെ എല്ലാ സർട്ടിഫിക്കറ്റിന്റെയും
എല്ലാ ഡോക്യുമെന്റിന്റെയും ഒറിജിനൽ കോപ്പി നൽകി ഫീസ് അടിച്ച സ്കൂളിൽ ചേരാം. പിന്നീട് നിങ്ങൾക്ക് അവിടുന്ന് മാറാൻ കഴിയില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ പരിഗണിക്കില്ല. അതേപോലെ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ഒന്നാമത്തെ ഓപ്ഷൻ നൽകിയ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും പെർമനന്റ് ആയിട്ട് ചേരണം. നിങ്ങൾക്ക് അവിടെ താൽക്കാലികമായി ചേരാൻ ഓപ്ഷൻ ഇല്ല. പിന്നെ ടെമ്പററി അഡ്മിഷൻ, നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ ഇനി ഹയർ ഓപ്ഷനിലേക്ക് മാറാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അലോട്ട്മെന്റ് കിട്ടിയ സ്കൂൾ താൽക്കാലികമായിട്ട് ചേരാം. താൽക്കാലികമായിട്ട് ചേരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫീസ് അടയ്ക്കേണ്ടതില്ല. പക്ഷെ നിങ്ങൾ എല്ലാ ഡോക്യുമെന്റിനെയും ഒറിജിനൽ കോപ്പി ആ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പം ഇതാണ് 2 തരം അഡ്മിഷൻ. ടെമ്പററി ആണെങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഇപ്പൊ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് ചേരാം. വേണമെങ്കിൽ ഹയർ ഓപ്ഷൻ, മുകളിൽ 2 ഓപ്ഷൻ ഉണ്ടാവില്ലേ, 3ാമത്തെ കിട്ടി കഴിഞ്ഞാൽ 1ാമത്തെ 2ാമത്തെ ഉണ്ടാവും. അപ്പൊ മുകളിലുള്ള ഹയർ ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ആ അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ അപേക്ഷ നൽകിയാൽ മതി. ഓക്കെ, അതാണ് 2 തരം അഡ്മിഷൻ. പിന്നെ എയ്ഡഡ് സ്കൂളുകളിൽ 2 തരം കോട്ടകളുണ്ട്, മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട. ഓക്കെ, ഇതിലൊക്കെ സെപ്പറേറ്റ് അഡ്മിഷൻ നൽകണം. മാനേജ്മെന്റ് കോട്ട 20% ആണ് ഉണ്ടാവുക, കമ്മ്യൂണിറ്റി കോട്ട 20% ആണ് ഉണ്ടാവുക. കമ്മ്യൂണിറ്റി കോട്ട എല്ലാ സ്കൂളിലും ഉണ്ടാവില്ല. അത് മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി, ഇപ്പം മൈനോറിറ്റി കമ്മ്യൂണിറ്റി മാനേജ്മെന്റിലാണെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ള റിസർവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതാണ് കമ്മ്യൂണിറ്റി കോട്ട. 20%, 50-ൽ 10 സീറ്റാണ് മാനേജ്മെന്റും കമ്മ്യൂണിറ്റിയും കോട്ടയ്ക്ക് ഉണ്ടാവുക. 60 സീറ്റ് ആണെങ്കിൽ 12 സീറ്റ് വീതം മാനേജ്മെന്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടയും ഉണ്ടാവും. ഇതിനൊക്കെ സെപ്പറേറ്റ് അപ്ലിക്കേഷൻ ഫോമാണ്. ഇതൊന്നും ഓൺലൈൻ അല്ല. അതാത് സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യണം, അപേക്ഷ നൽകണം. ഇതിന്റെ സമയത്ത് അതാത് സ്കൂളിൽ പോയി അന്വേഷിക്കുകയും അതിന്റെ അപേക്ഷാ ഫോം വാങ്ങുകയും ചെയ്യാം. കമ്മ്യൂണിറ്റി കോട്ടയും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. അലൗഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾക്ക് അതാത് സ്കൂളുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അത് നിങ്ങൾ നൽകുന്ന അപേക്ഷാ ഫോം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും സ്കൂളിൽ നിന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഉണ്ടാവുക. പിന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ നൽകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ടയുടെ ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ടോക്കൺ നമ്പർ കിട്ടും. പിന്നീട് ആ ടോക്കൺ നമ്പർ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ നൽകുന്ന കുട്ടികൾ 2 രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്. ഒന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യാനുണ്ട്. അവിടെ നിന്ന് ലഭ്യമാകുന്ന നമ്പർ വെച്ചിട്ട് ഓൺലൈനായിട്ട് എന്ത് ചെയ്യണം, സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ +1 അഡ്മിഷന്റെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. ഓക്കെ, ഇത്രയാണ് അഡ്മിഷന്റെ കാര്യങ്ങളുള്ളത്. ശ്രദ്ധിക്കേണ്ടത്. പിന്നെ VHSC ആണ്. VHSC നമുക്കറിയാം, അതും ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ അഡ്മിഷൻ. അതിന്റെ വെബ്സൈറ്റ് vhscape.kerala.gov.in എന്നാണ്. HScape-ന് പകരം vhscape.kerala.gov.in എന്നാണ് അതിന്റെ വെബ്സൈറ്റിന്റെ പേര്. VHSC 3 പാർട്ടായിട്ടാണ് ഉണ്ടാവുക. പാർട്ട് 1 ഇംഗ്ലീഷ്, പിന്നെ പാർട്ട് 2 വൊക്കേഷണൽ സബ്ജക്ട്, പാർട്ട് 3 ഓപ്ഷണൽ സബ്ജക്ട്. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും ഹയർ സെക്കൻഡ് +1 +2 ഉണ്ട്. എന്നാൽ VHSC-യിൽ ഇംഗ്ലീഷ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. വൊക്കേഷണൽ സബ്ജക്ട്, ഓപ്ഷണൽ സബ്ജക്ട്. ഈ ഓപ്ഷണൽ സബ്ജക്ട് ഏതൊക്കെയാന്ന് വെച്ചാൽ ഫിസിക്സ് 4 ഗ്രൂപ്പായിട്ടാണ് VHSC ഉള്ളത്. ഗ്രൂപ്പ് എ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. ഗ്രൂപ്പ് ബി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഗ്രൂപ്പ് സി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. ഗ്രൂപ്പ് ഡി ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, മാനേജ്മെന്റ്. ഇതാണ് 4 ഗ്രൂപ്പ് VHSC-യിലുള്ള. ഓക്കെ, ഇതിലാണ് സിംഗിൾ വിൻഡോ സിസ്റ്റവുമായിട്ട് നമുക്ക് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തായിരിക്കും നന്നാവുക?
ഹലോ സാറേ, അതിലേ ഓരോ ജില്ലക്കും ഓരോ അപേക്ഷ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം ആ ഇതുപോലെ ഒരു ജില്ലന്റെ ചെയ്തിട്ട് വീണ്ടും രണ്ടാമത്തെ ജില്ലക്ക് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യല? ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ. ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ നേറ്റിവിറ്റി കമ്മ്യൂണിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതെന്താണ് സാർ? നേറ്റിവിറ്റി കമ്മ്യൂണിറ്റി ഒക്കെ വേണ്ടതുണ്ടോ അതോ? നാറ്റിവിറ്റിക്ക് ആവശ്യമില്ല. SSLC ബുക്ക് തന്നെ മതി നാറ്റിവിറ്റി കമ്മ്യൂണിറ്റി സാധാരണഗതിയിൽ. പിന്നെ SC/ST വിഭാഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം. കാരണം അവർക്ക് റിസർവേഷൻ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത് കാണിക്കേണ്ടി വരും. അതൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്കൂൾ അഡ്മിഷന്റെ സമയത്ത് സ്കൂളിൽ അത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോ അതുപോലെ ഇവര് ഈ റീവാലുവേഷൻ ഒക്കെ കൊടുത്ത കുട്ടികളുണ്ടാവുമല്ലോ, അപ്പൊ ആ മാർക്ക് വ്യത്യാസപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്തേക്ക് ചേർക്കാൻ റിവാലുവേഷൻ റിസൾട്ട് ഒക്കെ ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ മാർക്കൊക്കെ ചേഞ്ച് ആവും. നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല അല്ലേ? ഇല്ല. നിങ്ങൾക്ക് മാറിയിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വെച്ച് കയറിയിട്ട് എന്ത് ചെയ്യാം, അത് മാറിയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം. അത് അതിന് മുന്നേ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ മാറും. ഇപ്പൊ ഈ സമയത്ത് ഒരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? ഈ പിന്നെ ഇല്ല സാധാരണ ഗതിയിലില്ല. ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടികളെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും, വേറെ ഇല്ല. അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ ഇത് 100% വർക്കബിൾ അല്ല എന്നുള്ളത് ഉറപ്പാണോ? മൊബൈൽ ഫോണിൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. തെറ്റായിരുന്നാ മതി. ഓപ്ഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്തേ അതിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിച്ച് അപ്ലോഡ് ചെയ്താൽ മതി. മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റില്ല. ലിസ്റ്റ് ആണല്ലോ, ഓരോ ലിസ്റ്റിൽ ഇങ്ങനെ ഒപ്റ്റ് ചെയ്ത് കൊടുക്കണല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണാലോ നമ്മൾ എന്താണ് കൊടുത്തതെന്നുള്ളത്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. അതെ ഓക്കെ. ആരോ ചോദിച്ചത് അക്ഷയയിലല്ലാതെ ജനസേവന എല്ലായിടത്തും ചെയ്യാം. അക്ഷയ തന്നെ ആവണമെന്നില്ല. പേഴ്സണലായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാം, ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ സാറേ ഒരു സ്കൂൾ കോഡ് പിന്നെ ഡാറ്റ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് പിന്നെ അവര് പഠിച്ച SLC പഠിച്ച ആ സ്കൂളിന്റെ കോഡ് മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടിയുള്ളൂ അല്ലേ? അല്ലാതെ ബാക്കി എല്ലാ സ്കൂളിന്റെയും കോഡ് അങ്ങനെ അറിഞ്ഞിരിക്കേണ്ടില്ലല്ലോ? ഇല്ല, ആ സ്കൂളിലുള്ള ഹയർ സെക്കൻഡറിന്റെ കോഡ് കേട്ടോ. ആ സ്കൂളിലെ ഹയർ സെക്കൻഡറിന്റെ കോഡ് അല്ലേ? അതെ. അതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ചോദിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ HSK വെബ്സൈറ്റിൽ ഉണ്ട് ഡീറ്റെയിൽസ്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട് ഓരോ സ്കൂളിലും. അത് പിന്നെ അതിൽ തന്നെ കിട്ടുമായിരിക്കും അല്ലേ? ചിലപ്പോൾ HSK ലിസ്റ്റിൽ കിട്ടുക. HSK സൈറ്റിലുണ്ട്. ഓക്കെ. ഓപ്ഷൻസ് കൊടുക്കുമ്പോ സ്കൂൾ കോഡ് വേണ്ട സാറേ? സ്കൂൾ കോഡ് വേണം. സ്കൂൾ കോഡാണ് കൊടുക്കേണ്ടത്. ഓപ്ഷൻസ് കൊടുക്കുന്ന എല്ലാ സ്കൂളിന്റെയും കോഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം, ഏതൊക്കെ സ്കൂളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഏകദേശം ധാരണ ഉണ്ടാക്കിയിട്ട് അതിന്റെ കോഡൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. സ്കൂൾ കോഡ് HSK കിട്ടും. HSK സ്കൂൾ ലിസ്റ്റ് കാണാം. HSK തുറന്നാൽ മുകളിൽ സ്കൂൾ ലിസ്റ്റ് കാണാം. അവിടെ ജില്ല കൊടുക്കുക. ജില്ല കൊടുത്താൽ ആ ജില്ലയിലെ എല്ലാ സ്കൂളിന്റെയും കോഡും പേരും വരും. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയാൽ അഡ്മിഷൻ കിട്ടും. മിക്കവാറും കിട്ടേണ്ടതാണ്. ട്രയൽ അലോട്ട്മെന്റിൽ ഉള്ള കുട്ടികൾക്ക് കിട്ടാറുണ്ട്. എന്നാൽ ചില കുട്ടികൾ കിട്ടാതിരിക്കാറുണ്ട്. ഓക്കെ. ട്രയൽ അലോട്ട്മെന്റ് ഫൈനൽ അല്ല. അത് നിങ്ങളെ അലോട്ട്മെന്റ് ഒക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെന്റ്. എന്തെങ്കിലും തെറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. സാർ ഒരു കാര്യം ചോദിക്കട്ടെ. SLC സ്ട്രീം അല്ലാതെ ICSE-യും CBSE ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഗ്രേഡ് അല്ല മാർക്കാണുള്ളത്. അപ്പൊ അത് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നിങ്ങൾ ICSE സ്കീം ICSE കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. ഓക്കെ. പിന്നെ ഈ VHSCയും +2 തമ്മിൽ എന്താ ഒരു വ്യത്യാസം പറഞ്ഞുതരുമോ? VHSCയിൽ ഒരു ട്രേഡ് പഠിക്കാനുണ്ടാവും. ഇതിന്റെ വാല്യൂ ഒക്കെ സെയിം തന്നെയാണോ? സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ ഒക്കെ സെയിം തന്നെയാണ്. സെയിം തന്നെയാണ്.
ഇപ്പം നമ്മൾ ഈ സമയം അപേക്ഷ കൊടുക്കുന്ന സമയത്തേ എന്തെങ്കിലും കാരണവശാൽ എക്സിറ്റ് ആയി പോവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നവരെ ആ അപേക്ഷ അവിടെ സ്വീകരിക്കുന്നില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നം വന്ന് അത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥത്തില്? പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ അതുണ്ടാവും, ബാക്കിയുള്ളത് ഫിൽ ചെയ്താൽ മതി. ആദ്യം മുതലുള്ള സേവ് ആയത് ഉണ്ടാവും, അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യാന്നുള്ളതായിരിക്കും അല്ലേ? അതെ അതെ. ഏതെങ്കിലും സർവീസ് വിങ്ങിലൊക്കെ ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ +1 അഡ്മിഷന് പ്രത്യേക വെയിറ്റേജ് വേറെ ഇല്ല ഇല്ല, ഉണ്ടാവില്ല. ഗ്രേസ് മാർക്ക് ഓൾറെഡി കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തതാണെങ്കിൽ പിന്നീട് അതിന്റെ പോയിന്റ് കിട്ടൂല, വെയിറ്റേജ് ബോണസ് പോയിന്റ് ഉണ്ടാവില്ല അല്ലേ? വെയിറ്റേജ് കിട്ടൂല. ആ ശരി ശരി. അതൊക്കെ പിന്നീട് ഇപ്പൊ രണ്ട് കുട്ടികൾക്ക് ടൈ ആയി വരികയാണെങ്കിൽ, ഒരേ മാർക്ക് വരികയാണെങ്കിൽ ടൈ ബ്രേക്കറിനാണ് പിന്നീട് ഇത് യൂസ് ചെയ്യാം. ആ അപ്പൊ ഇതില് പിന്നെ ആ കോളം തന്നെ ഇനാക്റ്റീവ് ആയി കിടക്കും തോന്നുന്നു അല്ലേ? ടിക്ക് ചെയ്യാൻ കഴിയാതെ. ഇനാക്റ്റീവ് ആയി കിടക്കും. ആ ശരി, ഓക്കെ ശരി. ഫീലി ചോദിച്ചോളൂ. സാറേ ബോണസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ സാർ പറഞ്ഞോളൂ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചതാണ്. മെസ്സേജിലെ ക്വസ്റ്റ്യൻ വായിച്ചാണ് സാർ. ബോണസ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് എന്തൊക്കെയാ ഉള്ളത് വെച്ചാൽ അത് കൊടുത്താൽ മതി. അപ്പൊ അതിന് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, അത് ഓൺലൈനായിട്ട് സൈറ്റിൽ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണോ നമുക്കുള്ളത് അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തപ്പോൾ സപ്പോസ് SPC ഉള്ള കുട്ടിക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്താണെങ്കിൽ പിന്നീട് നമുക്ക് അത് കൊടുക്കാൻ പറ്റില്ല. മാനേജ്മെന്റ് കോട്ടയിലും കമ്മ്യൂണിറ്റിയിലും ഒന്നും ഇപ്പം നമുക്ക് കൊടുക്കാൻ സമയമായിട്ടില്ലല്ലോ. കഴിഞ്ഞിട്ടാണോ? ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് വരിക. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ്. സാർ ഇത് ചെയ്യേണ്ട ലിങ്ക് ഒന്ന് ഇടുവോ? ലിങ്ക് hscape.kerala.gov.in. ഇത് ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. സർ, ഈ സയൻസ് ഫെയറിന്റെ ഒക്കെ ഇത് എങ്ങനെയാണ്? 8ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിനൊക്കെ കിട്ടിയതൊക്കെ പറ്റുമോ? ഇല്ലല്ല, അതൊക്കെ ഹൈസ്കൂളിൽ നിന്ന് ഉള്ളത് കേട്ടോ. ഹൈസ്കൂളിൽ നിന്ന് സെയിം ഇയറിൽ തന്നെ വേണ്ടിയോ? സെയിം ഇയർ 10ാം ക്ലാസ് പഠിച്ചുമ്പോഴുള്ളത് കേട്ടോ. മറ്റുള്ളത് കൊടുക്കാതെ, കൊടുത്താൽ നിങ്ങളെ അഡ്മിഷൻ ക്യാൻസൽ ആവും. കാരണം നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്യും, അതിന്റെ പോയിന്റിലേക്ക് അഡ്മിഷൻ കിട്ടുക. പക്ഷെ അഡ്മിഷൻ കിട്ടി സ്കൂളിൽ വരുന്ന സമയത്ത് അത് ക്യാൻസൽ ആവും, നിങ്ങൾ അഡ്മിഷൻ നിഷേധിക്കപ്പെടും. അപ്പോൾ 10ാം ക്ലാസ് ഉള്ള 10th ആ വർഷം തന്നെ വേണം കേട്ടോ. സാർ എത്ര സ്കൂളിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും? 49 ആണ്. 49 വരെ കൊടുക്കാൻ തോന്നുന്നു. കുറെ കൊടുക്കാം. 49 സ്കൂൾ വരെ ഓപ്ഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ. അത് നമ്മളെ പ്രയോറിറ്റി അനുസരിച്ച് ഓരോ സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെ അതെ, പ്രയോറിറ്റി ഏതാണോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ സ്കൂൾ ആദ്യം കൊടുക്കുക, അങ്ങനെ കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂൾ ഏതാണോ അവിടെ ആദ്യം കൊടുക്കുക. സാറേ, ഈ അക്ഷയ പോയി ചെയ്യുമ്പോ എന്തൊക്കെ പേപ്പേഴ്സ് കൊണ്ടുപോകേണ്ടത്? അക്ഷയയിൽ പോകുമ്പോൾ
നിങ്ങളെ രജിസ്റ്റർ നമ്പർ വേണം, ആധാർ നമ്പർ, പിന്നെ നിങ്ങളെ കുട്ടിക്കുള്ള സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC ഉണ്ടോ, അതേപോലെ സ്കൂളിൽ നിന്ന് ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടുപോകും. ഓക്കെ. മൊബൈൽ നമ്പർ കയ്യിൽ കരുതണം, കാരണം അതിൽ OTP വരും ആ. അപേക്ഷ കൊടുക്കുമ്പോ. ഒരു സ്കൂളിൽ തന്നെ 3 ഓപ്ഷൻസും കൊടുക്കാൻ കഴിയുമോ? ഒരു സ്കൂളിൽ ഇപ്പൊ 3 കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, 3 ഓപ്ഷൻ കൊടുക്കാം. ഒരു സ്കൂളിൽ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസ് ഉണ്ടെന്ന് കരുതുക, അപ്പൊ ആ സ്കൂളിന് 3 കൊടുക്കാം. അപ്പൊ അത് സെയിം കോളത്തിൽ തന്നെയാണ് 3 കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ബൈ പേജിൽ തന്നെയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ സയൻസ് ആണ് ഏറ്റവും ആവശ്യമെങ്കിൽ ആദ്യം ആ സ്കൂളിൽ സയൻസ് കൊടുക്കുക. അതിനുശേഷമാണ് രണ്ടാമത്തെ. രണ്ടാമത്തെ ഏതാ വെച്ചാൽ കൊടുക്കുക, അടുത്ത 3 കൊടുക്കുക. അതേ സ്കൂളിൽ കൊടുക്കുക, വേറെ സ്കൂളും കൊടുക്കുക കേട്ടോ. അല്ലാതെ ഒറ്റ അപേക്ഷയിൽ തന്നെ. കോമട്ട് കൊടുത്താൽ മതിയോ? അങ്ങനെ കോമ ഇട്ടിട്ടല്ല. ഇതിൽ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം സ്കൂൾ കോഡ് സെലക്ട് ചെയ്യാം, കൊടുക്കുക. സ്കൂൾ കോഡ് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാന്ന് കാണിക്കും. അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത് ഇപ്പൊ അങ്ങനെ സയൻസ് കൊടുക്കും, രണ്ടാമത് കൊമേഴ്സാ വേണ്ടെങ്കിൽ ആ സ്കൂൾ കോഡ് വീണ്ടും കൊടുക്കുക. വീണ്ടും അവിടെയുള്ള കോമ്പിനേഷൻ കാണിക്കും. കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് സെലക്ട് ചെയ്യും. സാറേ നമുക്ക് ഒരു വിഷയം വേറെ സ്കൂളിൽ തന്നെ വേറെ സ്കൂൾ കൊടുക്കണമെങ്കിൽ അത് ആ സൈറ്റിൽ തന്നെ പിന്നെ വീണ്ടും ഈ പ്രോസസ് തന്നെ ചെയ്യാനാ? വേണ്ട. ഒരു ജില്ലയിൽ തന്നെ ആണെങ്കിൽ അപ്ലിക്കേഷൻ. ഒരു ജില്ലയിൽ അപ്ലിക്കേഷൻ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അല്ല, അത് വേറെ സ്കൂള് കൊടുക്കണമെങ്കിലോ? അതായത് ഇപ്പൊ ഒരു അതെ, മനസ്സിലായി. അതായത് ഒരു സ്കൂൾ വെവ്വേറെ സ്കൂളിലാണെങ്കിലും ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിൽ കൊടുക്കുക, ഒന്നാമത്തെ സ്കൂളിൽ കൊടുക്കുക, അവിടുത്തെ കോഡ് കൊടുക്കുക, അവിടെ ഏതാ സയൻസ് ആണെങ്കിൽ സയൻസ് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് രണ്ടാമത്തെ സ്കൂളിന്റെ കോഡ് കൊടുക്കുക, അവിടെയും അത് സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 49 വരെ സ്കൂളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും ഒറ്റ ആപ്ലിക്കേഷനിൽ ഒരു ജില്ലയിൽ. ഈ 49 കോമ്പിനേഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒന്നാമത്തെ പ്രയോറിറ്റി, ഒന്നാമത്തെ കോമ്പിനേഷൻ ഒന്ന്, പിന്നെ അതേ സ്കൂളിൽ തന്നെ വേറെ കോമ്പിനേഷൻ വരണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് അതേ സ്കൂൾ സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം. അങ്ങനെയല്ലേ സാറേ? അതെ. പിന്നെ സാറേ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ വേണ്ട സ്കൂൾ കിട്ടിയില്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്യണോ, അതോ സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയ സ്കൂളിന് അഡ്മിഷൻ എടുക്കണോ? ഇപ്രാവശ്യം 3 അലോട്ട്മെന്റ് ഉണ്ട്. അപ്പം ഫസ്റ്റും സെക്കൻഡ് എന്ത് ചെയ്യാം, ടെമ്പററി ചേരാം. മൂന്നാമത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മൂന്നാമത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യും. മൂന്നാമത്തേൽ എന്ത് ചെയ്യണം, എന്തായാലും പെർമനന്റ് ആയിട്ട് ചേരണം. സെക്കൻഡിലും നമുക്ക് ആവശ്യമുള്ള കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല, അങ്ങനെ വെയിറ്റ് ചെയ്താൽ മതിയാവോ? വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇത് സ്കൂൾ കോമ്പിനേഷൻ കൊടുക്കേണ്ട മിനിമം നമ്പർ ഒന്നും ഇല്ലല്ലോ? മിനിമം ഒന്നുമില്ല. 1 മുതൽ 49 വരെ കോമ്പിനേഷൻസ് കൊടുക്കാം. അത് ഒരേ സ്കൂളിലാവാം, വ്യത്യസ്ത സ്കൂളിലാവാം. സാറേ, +2 കമ്പ്യൂട്ടർ സയൻസും VHSC കമ്പ്യൂട്ടർ സയൻസും ഒരേ വാല്യൂ ആണോ? NAT JEE ഒക്കെ എഴുതാൻ പറ്റുമോ? യെസ്, ഇത് സെയിം വാല്യൂ ആണ്. എൻട്രൻസ് എക്സാം ഒക്കെ എല്ലാം എഴുതാം കേട്ടോ. സാറേ, സ്പോർട്സിന്റെ ആണെങ്കിലും 10ാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് വേണ്ടേ? അതെ, സ്പോർട്സിലാണെങ്കിൽ 10th വേണം. സ്പോർട്സ് ആർട്സ് ഒക്കെ 10th വേണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇപ്പൊ ഏതെങ്കിലും സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ആയിട്ട് ചേരണം എന്ന് നിർബന്ധമാണോ? ടെമ്പററിയോ പെർമനന്റോ ആയിട്ടോ ചേരണം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ആവും. നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, ഇപ്പൊ 40 കുറെ ഓപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുത്ത സ്കൂൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് പെർമനന്റ് ആയിട്ട് ചേരണം. 2 മുതൽ താഴോട്ടുള്ള ഏത് സ്കൂളാണ് നിങ്ങൾ ഏത് കോമ്പിനേഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് ചേരാം. ഓക്കെ.
ഏതെങ്കിലും ഒന്ന് ചേരണം, പെർമനന്റോ ടെമ്പററി ആയിട്ട് ചേരണം. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്മിഷൻ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുക, നിങ്ങളെ ഈ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നിന്ന് ഒഴിവാക്കും. പിന്നീട് അടുത്ത അലോട്ട്മെന്റിൽ പിന്നീട് നിങ്ങൾക്ക് വരുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റിലായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിലൊക്കെ ഫില്ലായി പോയിട്ടുണ്ടാവും. അങ്ങനെ ടെമ്പററി ആണെന്ന് കരുതിയിട്ട് വരില്ല, സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരില്ല. അപ്പൊ ഇവരെ അഡ്മിഷൻ ക്യാൻസൽ ആയിപ്പോകും, അവരെ സിംഗിൾ വിൻഡോ ഒന്ന് പുറത്തായിപ്പോകും. അങ്ങനെ ഉണ്ടാവും, ഒന്നുകിൽ പെർമനന്റ് ആയിട്ട് എടുക്കണം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് എടുക്കണം. ഫസ്റ്റ് അലോട്ട്മെന്റ് ഒരു സ്കൂള് കിട്ടിയിട്ടില്ല, അവിടെ ടെമ്പററി ആയിട്ട് കയറണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ ടെമ്പററി ആയിട്ട് കൊടുക്കണം. ഇല്ലല്ല, സെക്കൻഡ് അലോട്ട്മെന്റ്. ഓക്കെ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ സ്കൂൾ കിട്ടിയാൽ ഞാൻ പറഞ്ഞു, അപ്പൊ ആ സ്കൂളിൽ പോയിട്ട് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ. ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും തേർഡ് അലോട്ട്മെന്റിൽ എന്തായാലും എന്ത് ചെയ്യണം, അഡ്മിഷൻ കിട്ടിയ സ്കൂളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് ചേരണം. കാരണം തേർഡ് അലോട്ട്മെന്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാ സാറേ? ഇത് ട്രയൽ അലോട്ട്മെന്റ് 2-ാം തീയതി പറഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്തായിരുന്നു? ട്രയൽ 8-ാം തീയതിയാണ്. ട്രയല് 2-ാം തീയതി. അപ്ലൈ ചെയ്ത ലാസ്റ്റ് ഡേറ്റ് 3-ാം തീയതി, ട്രയൽ 8-ാം തീയതി ജൂൺ. ട്രയൽ 8-ാം തീയതിയാണോ? അതെ 8. നമ്മൾ ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോഴേ ഇപ്പോ കൊമേഴ്സ് സ്ട്രീമാണ് കുട്ടിക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ കൊമേഴ്സ് സ്ട്രീം ഏതൊക്കെ സ്കൂളിലാണോ നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ ഫസ്റ്റ് കൊടുത്തിട്ട് പിന്നെ അടുത്ത സ്ട്രീം കൊടുക്കണ്ടേ? അതെ, അതാ നല്ലത്. അത് ഫസ്റ്റ് അതായത് ഏതാണോ താല്പര്യം സ്കൂളൊക്കെ ഏതാണോ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. അത് ഏത് സ്ട്രീം ആയാലും സ്കൂൾ ആയാലും ആ വയസ്സിലാണ് ചെയ്യേണ്ടത് അല്ലേ? അതെ. അത് നമ്മള് പഞ്ചായത്തും താലൂക്കും ഒക്കെ നോക്കിയിട്ടാണോ കൊടുക്കേണ്ടത്? നിങ്ങൾ പഠിച്ച നിങ്ങളെ പഞ്ചായത്തിൽ തന്നെയാണ് നിങ്ങളെ സ്കൂൾ എങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടും. സെയിം താലൂക്ക് ആണെങ്കിൽ 1 പോയിന്റ് കിട്ടും. ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് കുറയും. സാറേ നമ്മളെ ഇപ്പോ പഞ്ചായത്ത് ഒരു പഞ്ചായത്താണ്, നമ്മൾ ഒരുപാട് ഓപ്ഷൻ വെക്കുന്നുണ്ടല്ലോ, വ്യത്യസ്ത പഞ്ചായത്തുകളെ നമുക്ക് ഓപ്ഷൻ വെക്കാലോ. അപ്പൊ അതെങ്ങനെയാണ്? അത് ഒരു ഓപ്ഷനില് നിങ്ങളെ പഞ്ചായത്തിലെ സ്കൂളിലെ മാർക്ക് നോക്കുമ്പോൾ അതിൽ നിങ്ങൾ 2 മാർക്ക് അധികം കിട്ടും. മറ്റു സ്കൂൾ അപ്പൊ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോ പഞ്ചായത്തിൻ്റെത് നിലവിൽ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചുള്ള അഡ്രസ് അനുസരിച്ചുള്ള പഞ്ചായത്ത് കൊടുക്കും. പിന്നെ ഓപ്ഷനിൽ കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടർ അത് ഓട്ടോമാറ്റിക്കലി അത് പ്രോസസ് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ താങ്ക് യു. സാർ റിവാലുവേഷന്റെ റിസൾട്ട് എപ്പോഴാണ് കറക്റ്റ് വന്നിട്ടുണ്ടോ? ട്രയൽ അലോട്ട്മെന്റിന്റെ സമയത്തൊക്കെ വരാറുണ്ട്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് അപ്ഡേറ്റ് ആവും. പഠിച്ച അതേ സ്കൂളാണെങ്കിലും 2 പോയിന്റില്ല. പഠിച്ച സ്കൂളിലെ തന്നെ അതിനും 2 മാർക്ക് ഉണ്ട്, 2 പോയിന്റ് എക്സ്ട്രാ കിട്ടും. പഠിച്ചത് വേറെ സ്കൂളിലാണ്, വേറെ പഞ്ചായത്തിലാണ്, പക്ഷെ പ്ലസ് 2 ചേരുന്നത് സെയിം പഞ്ചായത്താണ്, പോയിന്റ് കിട്ടോ? സെയിം പഞ്ചായത്തിന്റെ പോയിന്റ് കിട്ടും, സെയിം സ്കൂളിന്റെ പോയിന്റ് കിട്ടൂല. 2 പോയിന്റാ? 2 പോയിന്റ്. പിന്നെ സാർ നമ്മളെ മിനിമം എത്ര സ്കൂളിൽ കൊടുക്കണം? മിനിമം 1 ഉള്ളൂ. അതിൽ 1 കൊടുത്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് നല്ലതല്ല. 10 സ്കൂളെങ്കിലും കൊടുത്തോളി. കാരണം അഡ്മിഷൻ കിട്ടാൻ 1ാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ ഓപ്ഷനിലേക്കൊക്കെ പരിഗണിക്കൂലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂൾ കോമ്പിനേഷനൊക്കെ 1ാമതാക്കി കൊടുക്കുക. അപ്പൊ അത് കിട്ടുന്നില്ലെങ്കിൽ 2ാമത്തോ 3ാമത്തോ കിട്ടുന്നെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റിലും ഒക്കെ വെയിറ്റ് ചെയ്യാലോ.
അങ്ങനെ വരുമ്പോൾ സ്കൂൾ മാറി വരാൻ സാധ്യതയുണ്ട്. ഒരു മിനിമം ഒരു 10 അല്ല 12 സാറേ, ഒക്കെ ഇപ്രാവശ്യം ഒരു പിന്നെ വിദ്യാഭ്യാസ ജില്ലന്റെ ഒരു പരിഗണന പറഞ്ഞുകൊണ്ട് ഒരു ഇത് എന്താന്ന് മനസ്സിലായില്ല. എങ്ങനെയാണ്? റവന്യൂ ജില്ല ആണോ? എന്താണ്? അതായത് അതായത് പിന്നെ ഈ സീറ്റിന്റെ എണ്ണം, അലോട്ട്മെന്റിലേക്ക് സീറ്റിന്റെ എണ്ണം അലോട്ട്മെന്റിലേക്ക് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ പത്രത്തിലൊരു പത്രക്കുറിപ്പ് കണ്ടിരുന്നത്. സീറ്റ് കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കുന്നതാണ്. സീറ്റ് അല്ല, അങ്ങനെയല്ല. അപ്പൊ നേരത്തേക്ക് അപ്പൊ അതേ സ്കൂള് അതേ പഞ്ചായത്ത് എന്നുള്ളതിന് ഉപരിയായിട്ട് ഇപ്രാവശ്യം ഒരു വിദ്യാഭ്യാസ ജില്ല പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി പത്രത്തിലൊക്കെ ഇങ്ങനെ പുതിയ സംവിധാനം ഏർപ്പാട് അതായത് സർക്കുലറിന്റെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടില്ല. ഇല്ല അല്ലേ? ശരി. സർ, അതുപോലെ തന്നെ കുട്ടിക്ക് ഇപ്പൊ അഡ്മിഷൻ കിട്ടിയെന്ന് എങ്ങനെയാ അറിയാ? ഞങ്ങൾ കൊടുത്ത നമ്പറിൽ മെസ്സേജ് വരിക ചെയ്യുക, അല്ലെങ്കിൽ സൈറ്റ് വഴി ഞങ്ങൾ നോക്കണം? മെസ്സേജ് വരില്ല. നിങ്ങൾ ആ ദിവസം എന്ത് ചെയ്യണം? അലോട്ട്മെന്റ് ദിവസങ്ങളിൽ എന്ത് ചെയ്യുക? സൈറ്റിൽ നോക്കുക കേട്ടോ. അലോട്ട്മെന്റ് മെസ്സേജ് വരില്ല. ഹലോ, കേൾക്കുന്നില്ല. നമ്മളിപ്പോ ഒരു സ്കൂളിൽ കൊടുത്താൽ അവിടുന്ന് കിട്ടിയാല് അവർ വിളിക്കുകയോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സൈറ്റിൽ കയറി നോക്കണോ? സ്കൂളിൽ നിന്ന് വിളിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് വിളിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ദിവസം അലോട്ട്മെന്റ് ദിവസം എന്ത് ചെയ്യുക? സൈറ്റ് കയറി നോക്കുക. ലോഗിൻ ചെയ്ത് സ്കൂളിൽ വിളിക്കാറുണ്ട്. അപ്പൊ അവര് വിട്ടു പോയാലോ അല്ലെങ്കിൽ മൊബൈൽ മാറിയ സ്ഥിതിക്ക് കിട്ടൂല, വിളിച്ചാൽ കിട്ടൂല. ഫസ്റ്റ് അലോട്ട്മെന്റ് ദിവസം നമ്മളെ സൈറ്റിൽ കയറി നോക്കണ്ടേ? അതെ. സെക്കൻഡും തേർഡ് അലോട്ട്മെന്റ് നോക്കാം. സാറേ, സ്പോർട്സിൻ്റെ 9ാം ക്ലാസ്സിൽ പങ്കെടുത്ത് ഫസ്റ്റ് കിട്ടി, പിന്നെ 10ാം ക്ലാസ്സിൽ ജസ്റ്റ് പങ്കെടുത്ത പാർട്ടിസിപ്പൻ്റ് ആയാൽ മാത്രം പോരെ അല്ലേ? പാർട്ടിസിപ്പേഷൻ ആയാൽ മാത്രം പോരെ. പാർട്ടിസിപ്പേഷൻ ഏതാ ജില്ലയിലാണോ? സ്റ്റേറ്റില്. സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേഷൻ 10ാം ക്ലാസ്സിൽ കുട്ടീനെ കൊടുക്കാം. അതിന് ഓപ്ഷൻ ഉണ്ട്. ഡിസ്ട്രിക്ട് പറ്റൂല്ലോ? ഡിസ്ട്രിക്ട് വരെ പറ്റും. ഓക്കെ. പിന്നെ സാറേ, നമ്മളിപ്പോ ട്രയൽ അലോട്ട്മെന്റിൽ നമുക്ക് വന്നിട്ടില്ലെങ്കിലേ നമ്മൾ ഇനി അതിലേക്ക് സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടോ? ട്രയൽ അലോട്ട്മെന്റിൽ വന്നിട്ടില്ല എങ്കിൽ സ്കൂൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നോക്കിയിട്ട് എവിടെയും കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഓപ്ഷൻസ് ഒക്കെ നമുക്ക് മാറ്റാം. സാറ് VHSCക്കും പിന്നെ HSCക്കും നമ്മള് ഒരേ സമയത്ത് അപ്ലൈ ചെയ്തൂടെ? രണ്ട് സൈറ്റാണ് അത്. ഇത് അർസക്കിന്റെ HSCAP ആണ്, VHSന്റെ VHSCAP ആണ്. V അധികം വരും. സെയിം ആണ്, സെയിം നിയമങ്ങളും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ. ഡേറ്റും സെയിം തന്നെയാണ്. VHSCക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും തോന്നുന്നു അല്ലേ? VHSCയും ഇതേപോലെ മാർക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണ്, ഹൈസ്കൂളിന്റെ ഗ്രേഡും മാർക്കൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അഡ്മിഷൻ എടുക്കുക. കാരണം കുറഞ്ഞ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുക വെച്ചാൽ സീറ്റിന്റെ എണ്ണം കുറവാണ്, സ്കൂളിന്റെ എണ്ണം കുറവാണ്. പിന്നെ സാറേ, ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ +1 അലോട്ട്മെന്റിന്റെ ക്ലാസ്സുകള്. അപ്പം അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റ കുട്ടിക്ക് പോലും ഇനിയിപ്പോ അഡ്മിഷൻ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവൂല എന്നാണ് പറയുന്നത്. അങ്ങനെ സത്യമായിരിക്കൂലേ? അതായത് സീറ്റിന്റെ എണ്ണം കൂട്ടും. അപ്പം സീറ്റ് ക്ഷാമമുള്ള സ്കൂളുകളിലൊക്കെ എന്താ ഉണ്ടാവും? കുറച്ച് സീറ്റിന്റെ എണ്ണം കൂട്ടും. അങ്ങനെ ആവുമ്പോ എന്താണ്? ആർക്കും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവില്ല.
മകന്റെ ജാതി സർട്ടിഫിക്കറ്റ് റെഡിയാക്കാൻ പോയപ്പോ നേരത്തെ സ്പോർട്സിന്റെ ചോദിച്ച ആള് സ്പോർട്സ് സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തതില്ല. അപ്പൊ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ആയിരിക്കുമല്ലോ. അപ്പൊ അത് കൊടുക്കാം കേട്ടോ. ഡിസ്ട്രിക്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അത് കൊടുക്കാം. ഓക്കെ ഓക്കെ. ജാതി സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയപ്പോഴ് എന്റെ മകന്റെ ഇസ്ലാം മുസ്ലിം എന്നാണ് എഴുതിയത്. അത് റിട്ടേൺ വന്നപ്പോ ചെക്ക് ചെയ്തപ്പോ ഇസ്ലാം മാപ്പിളാന്നാണ് അവന്റെ ഫാദറിന്റെ സർട്ടിഫിക്കറ്റ് കിടക്കണം. അതിന് എന്ത് ചെയ്യണം? ഇല്ല, അത് ആവശ്യം ഉണ്ടാവില്ല. കാരണം SLC ബുക്ക് തന്നെ മതി. അതിൽ അതന്നെ കാണിച്ചാൽ മതി. SC/ST റിസർവേഷൻ ഉള്ളവർക്കാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് ആവശ്യം. കമ്മ്യൂണിറ്റി കോട്ട കയറാൻ എന്താ ചെയ്യേണ്ടത്? കമ്മ്യൂണിറ്റി കോട്ട അതാത് സ്കൂളിൽ പോയി അപേക്ഷ കൊടുക്കണം. മാനേജ്മെന്റ് സ്കൂളാണ് ഉണ്ടാവുക, അവിടെ പോയി അന്വേഷിക്കുക. കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടോ? അവിടുന്ന് ഫോം വാങ്ങാൻ ചെയ്യേണ്ടേ? ഫോം വാങ്ങി അവിടെ തന്നെ കൊടുക്കുക. ഈ ഫോം വാങ്ങണമെങ്കിൽ ഇവിടുത്തെ HS ക്യാമ്പിന്റെ ഐഡി എന്തെങ്കിലും കൊടുക്കണോ? അതിന്റെ ആപ്ലിക്കേഷൻ നമ്പർ എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ? ശരിക്കും അത് വേണ്ട. ചില സ്കൂളുകാർ ചോദിക്കാറുണ്ട്. അതും ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഓക്കെ, അത് ആപ്ലിക്കേഷൻ നമ്പർ ചില സ്കൂളുകാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്താൽ മതി. ഒരു വർഷം അങ്ങനെ ഉണ്ടായിരുന്നു, സൈറ്റിൽ കൊടുക്കേണ്ടി വന്നിരുന്നു ഈ കമ്മ്യൂണിറ്റി കൊടുക്കുമ്പോൾ. കഴിഞ്ഞ വർഷമൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാനായിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സിൽ B ഗ്രേഡ് കിട്ടിയ കുട്ടിന്റെ ഇത് ചെയ്യാൻ കഴിയുമോ? എങ്ങനെ? ബോണസ് പോയിന്റ് ആയിട്ട് കേട്ടില്ല. ലിറ്റിൽ കൈറ്റ്സിൽ B ഗ്രേഡ് കുട്ടിക്ക് കിട്ടിയത്. അപ്പോ അതിൽ ചോദിക്കുന്നില്ല ഓപ്ഷൻസിൽ ലിറ്റിൽ കൈറ്റ്സിൻ്റെത്. അപ്പൊ B ഗ്രേഡിന് നമുക്ക് എന്തെങ്കിലും ടിക്ക് ചെയ്യാം. ലിറ്റിൽ കൈറ്റ് A ഗ്രേഡ് ആവേണ്ട. A ഗ്രേഡ് സാർ, ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. അപ്പൊ അത് ടിക്ക് ചെയ്തിട്ടില്ല, ആപ്ലിക്കേഷൻ ഫോമിൽ ടിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ ഒറിജിനൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. ടെമ്പററി ആണെങ്കിലും പെർമനന്റ് ആണ്. അവിടെ വരുമ്പോ OBC കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരുമോ? എന്തായാലും കാണിക്കണം. OBCന്റെ കാണിക്കേണ്ടതുണ്ടോ? ഇല്ല, കാണിക്കണം. SC/ST ആണ് വേണ്ടത്. ബാക്കി പിന്നെ നേരത്തെ പറഞ്ഞ ഓരോ പ്രോഗ്രാമിന്റെ നമ്മൾ ടിക്ക് ചെയ്ത ഓരോ പ്രോഗ്രാമിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. ക്ലബ് ഉണ്ടാവും, സ്കൗട്ട് ആൻഡ് ഗൈഡ്, SPC, അങ്ങനെയുള്ള മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ലല്ലോ, SLC ബുക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ എടുത്തിട്ടുള്ള പ്രിന്റ് എടുത്തതിന്റെ കോപ്പി മതി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്പോർട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെത്, ആർട്സ് ഉണ്ടെങ്കിൽ അതിൻ്റെത്, ഇതൊക്കെ കൊടുക്കാം. ഇനി ഡൗട്ടുകളിലേക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ, ഓക്കെ, താങ്ക് യു സർ. ഗ്രൂപ്പിൽ ചോദിക്കാമല്ലോ അല്ലേ? അതെ, ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ SLC IQ കരിയറിന്റെ SLC എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് നമ്മൾ ഇതിന്റെ ഒപ്പം അയച്ചിരുന്നു. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ സാറ് പറഞ്ഞ പോലെ SLC ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഏതാണോ ആദ്യം വേണ്ടത് ആ കോമ്പിനേഷൻ, ആ സ്കൂളും ആ കോമ്പിനേഷനും ആദ്യം കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഫോണിലും ലാപ്പിലൊക്കെ ചെയ്യുന്നവർ HS ക്യാമ്പിന്റെ വെബ്സൈറ്റ് തുറന്നാൽ തന്നെ കാണും. അതിൽ ഫയർഫോക്സ് വെബ് ബ്രൗസറൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലും അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മാത്രം അങ്ങനത്തെ ഇത് ചെയ്യുക. തെറ്റാതെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുക. കാരണം ഈ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് വേണ്ട സ്കൂളിൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലാതായി വന്നാൽ ചിലപ്പോൾ
അത് പിന്നെ ട്രയൽ ഓപ്ഷൻ കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നാൽ ഒക്കെ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരോട്ട് പ്രധാനമായിട്ടും എക്സ്പേർട്ടിൽ ഉള്ളവരോട് മാത്രം കൺസൾട്ട് ചെയ്തിട്ട് ഇത് ചെയ്യുക, തെറ്റാതെ ചെയ്യുക. അഭിരുചികളനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച്, കഴിവുകൾ അനുസരിച്ച് ചെയ്യുക. പിന്നെ ഈ സാർ പറഞ്ഞ പോലെ ഓരോ ഈ പഞ്ചായത്ത്, താലൂക്ക് അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ജില്ലകൾ മാറണമെങ്കിൽ വേറെ ജില്ലകളിലേക്ക് മറ്റ് ആപ്ലിക്കേഷൻസ് ചെയ്യാം. ഈ ക്ലാസ് നമുക്ക് എടുത്തു തന്ന ലുക്മാൻ സാറിനും പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും IQ കരിയറിന്റെ പേരിലുള്ള അഗൈതവമായ നന്ദി അറിയിക്കുകയാണ്. ജോയിൻ ചെയ്ത എല്ലാവർക്കും IQ കരിയറിന് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഈ മീറ്റിംഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു സർ. Thank you.